ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഉഴുന്നുവടയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിന് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. കൂടെ ഒരു കുഞ്ഞ് ചട്നിയുണ്ട്, പിന്നെ അരിപ്പൊടിയൊന്നും ചേർക്കാത്ത നല്ല കരിമുര ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അളവിൽ ഉഴുന്നൊക്കെ ഒന്ന് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ അതാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ ജാറിൽ അരച്ചാലാണ് ഇതുപോലെ നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. മറ്റേ ജാറിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറവാണെന്നുള്ളതിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു വിസ്ക് വെച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് കറക്റ്റ് ഉഴുന്നുവട നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കുറേ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാവിൽ നിന്ന് ഒരല്പം എടുത്ത് വെള്ളത്തിലിടാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതാണ് ആ ഉഴുന്നുവടയുടെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഇങ്ങനെ തന്നെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടിടാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് നേരം ഒന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു ചെറിയൊരു ചട്നിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇടാണ്. പിന്നെ നമ്മുടെ ചട്നിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടലയിലെ വറുത്ത കടലപ്പരിപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളകും 8-10 അല്ലി ചെറിയ ഉള്ളിയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയ്ക്ക് ബോളാക്കി എടുക്കുമ്പോൾ കൈയൊന്ന് നനച്ചിട്ട് എടുക്കുക. കറക്റ്റ് ബോൾ ഷേപ്പ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ, സ്റ്റീലിൻ്റെ അരിപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളുടെ ആ തവിയുടെ പുറമേ ഒന്ന് നനച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊന്ന് തടയി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടാവും. പിന്നെ ഉഴുന്നുവടക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പും അതുപോലെ നടുക്കത്തെ ഹോളും നന്നായിട്ട് വീണ് കിട്ടും. അപ്പോൾ കറക്റ്റ് ഞാൻ എപ്പോഴും കൈകൊണ്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒന്നും ശരിയായി കറക്റ്റ് റൗണ്ടിൽ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും ഇത് ഇനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊരു ചെറിയ കുഞ്ഞ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മുരിഞ്ഞ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നി ഒന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതുപോലെ വറ്റൽമുളകാണ് ഞാനിവിടെ 2 ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തിയൊക്കെ ഇതുപോലെ ഒന്ന് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് താളിച്ചാൽ മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയും അതുപോലെ തന്നെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.